യോശുവ അധ്യായം 15. യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സീൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർണായുടെ തെക്കുഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിൽ എത്തി കർക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദിമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദിമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബെത്ഹോഗ്ലായിലൂടെ പോയി ബെത് അരാബയുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അദുമ്മീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. ഏൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻട്രോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസി മലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബൽഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും റഫായീം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യെയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സേർ മലയിലെത്തി യായിർ മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബത്ഷാമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശത്തുമാണ്. യൂദാ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്. ജോഷുവയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നെയുടെ മകനായ കാലേബിന് യൂദാ ഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ സന്തതികളായ ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലേബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലേബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഓത്നിയൻ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സായെ കാലേബ് ഭാര്യയായി നൽകി. അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീ നീരുറവുകൾ തരണം. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏദോം അതിർത്തിക്കരികെ യൂദാ ഗോത്രത്തിലുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദേശ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലേം, ബെയാലോത്ത്, ഹാസോർ ഹദാത്ത, കെരിയോത്ത്, ഹെസ്രോൺ, ഹാസർ, അമാം, ഷേമ, മൊളാദ, ഹസർ ഗാദ, ഹെഷ്മോൺ, ബത്പലെത്ത്, അസാർ ഷുവാൽ, ബർഷേബ, ബിസിയോദിയ, ബാലായിം, ഏസേം, എൽത്തോലാത്ത്, കെസിൽ, ഹോർമ, സിഗ്ലാഗ്, മത്മന, സാൻസന, ലബാവോത്ത്, ഷിൽഹിം, അയിൻ, റിമോൻ. അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻ ഗനീം, തപ്പുവ, ഏനാം, യാർമുത്ത്, അതുല്ലാം, സോക്ക, അസേക്ക, ഷറായിം, അദിത്തായിം, ഗദേറ, ഗത്തറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദിലയാൻ, മിസ്പെ, യോക്തേൽ, ലാക്കിഷ്, ബൊസ്കത്ത്, എഗ്ലോൺ, ഗബോൻ, ലഹ്മാം, കിത്ലിഷ്, ഗദറോത്ത്, ബത്ദഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, അഷ്ന, നെസിബ്, കെയില, അക്സിബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്തോദിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അഷ്തോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ. മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സൊക്കോ, ദന്ന, കിരിയാത്ത് സന്നാർ, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദുമ, എഷാൻ, യാനി, ബത്തപൂവ, അഫേക്ക, ഹുംത,
കിരിയാത്ത് അർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കാർമൽ, സിഫ്, യൂത്ത, ഇസ്രായേൽ, യോഗ്ദെയ, സനോവ, കായിൻ, ഗിബെയ, തിമ്ന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഹാൽഹുൽ, ബത്സൂർ, ഗദോർ, മാറാത്ത്, ബത്നോത്ത്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത്ത് ബാൽ, കിരിയാത്ത് യായിർ, റാബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബത്ത് അരാബ, മിദിൻ, സെക്കാക്ക, നിബ്ഷാൻ ഉപ്പുനഗരം, എൽഗേതി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു.